സർ, ഇതിൻ്റെ വിവിധ മേഖലകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് 11.56 കോടി രൂപയും നൂതന ആധുനിക സാങ്കേതിക മാനേജ്മെന്റ് സംബന്ധിച്ച് ജലവിതരണ മേഖലയെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന 58 കോടി രൂപയും ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് 21 കോടി രൂപയും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 31 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത ജലനിധി പദ്ധതിക്ക് 32.35 കോടിയും വകയിരുത്തുന്നു. ഗ്രാമീണ മലിനജല നിവാരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് 70 കോടി രൂപ പൂർത്തീകരിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ ജലവിതരണ സേവനമില്ലാത്തതോ മതിയായ സേവനം ലഭ്യമല്ലാത്തതോ പ്രദേശങ്ങളിലെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലുള്ള പൂർത്തീകരിക്കുന്നതിന് 24 കോടി രൂപ മാറ്റിവെക്കുന്നു. പഴക്കഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റിവെക്കുന്ന നവീകരണ പദ്ധതിക്കായിട്ട് 48 കോടി രൂപ മാറ്റിവെക്കുന്നു. ഭൂഗർഭ ജല റീചാർജിംഗ് മഴവെള്ള സംഭരണം പദ്ധതിക്കായിട്ട് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഭവന നിർമ്മാണം ലൈഫ് മിഷൻ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത ഗുണഭോക്താക്കളെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ EWS LIG വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സബ്സിഡി നൽകുന്നതിനായി 33.19 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വീടുകളും ഘട്ടം ഘട്ടമായി പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ MN ലക്ഷം വീട് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ ശിശു വകുപ്പിന്റെ തന്റെ ഇടം പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നിർമ്മിതി കേന്ദ്രം നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിനായി കേരള നിർമ്മിതി കേന്ദ്രത്തിന് നിലവിലുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും സർ, കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.89 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 456.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. സർ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലും എറണാകുളത്ത് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതത്വവും നിലവാരവുമുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ITR പാർക്കുകൾ നൽകുന്ന സ്ഥലത്ത് IT ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നു. പ്രാഥമികമായിട്ട് ആദ്യഘട്ടമായി ഇതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത മേഖലയായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 107 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 5.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തിന്റെ നൈപുണ്യ വികസന മിഷനായ KSNEയാണ് വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് KSNE 36 കോടി രൂപ വകയിരുത്തുന്നു. സർ, ITകളിലെ പരിശീലനത്തിന്റെ ഗുണനിലവാരവും അക്കാഡമികവും ഉറപ്പാക്കുന്നതിന് പുതിയ ITകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 44.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശരണ്യ പദ്ധതിക്കായിട്ട് 17.5 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള കൈവല്യ പദ്ധതിക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രവാസികളുടെ മേഖലയിൽ കേരളത്തിലേക്ക് കൂട്ടമായി വരുന്ന പ്രവാസികളുണ്ട്. നോർക്ക റൂട്ട്സിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മടങ്ങി വന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ ഉപജീവനമാർഗ്ഗം ഉറപ്പാക്കി അവരെ പുനരധിവസിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 35 കോടി രൂപ വകയിരുത്തുന്നു. റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് 18 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക ക്ഷേമ ബോർഡ് വഴി നടപ്പാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് സ്കീം പദ്ധതിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. ലോക കേരള സംഘം സംഘടിപ്പിക്കുന്നതിനും ലോകം കേരളം ഓൺലൈൻ, ലോക കേരള കേന്ദ്രം, ലോക മലയാള കേന്ദ്രം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് 7.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആഗോള കേരള സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി മേഖലയ്ക്കായിട്ട് 209.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനകത്ത് വിവിധ പദ്ധതികളുണ്ട്. അൻപ് പോലെയുള്ള പുതിയ പദ്ധതികൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രാദേശിക തലത്തിൽ തന്നെ പരിചരണം നടപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്നതാണ്. അൻപ് എന്ന ഈ പുതിയ പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംയോജിച്ചുള്ള മാതൃകയിലാണ് നടപ്പാക്കുക. കിടപ്പിലായ രോഗികൾ, കഠിനമായ ശാരീരിക വൈദ്യുതികൾ നേടുന്നവർ, വയോധികർ, ക്യാൻസർ രോഗികൾ എന്നിവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം 600 രൂപയായിരുന്നു സാർ. നിലവിൽ ധനസഹായം 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ച നിരക്കിൽ ധനസഹായം നൽകുന്നതിന് ആശ്വാസകിരണം പദ്ധതികളുടെ വിഹിതം 50 കോടി രൂപയിൽ നിന്നും 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ഏർലി ഇന്റർവെൻഷൻ, പുനരധിവാസം, പരിശീലനം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി ഈ മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 5 സ്ഥാപനങ്ങൾക്കായിട്ട് 64 കോടി രൂപ നൽകുന്നു.
വകയിരുത്തുന്നു. അക്കാദമിക് പ്രോഗ്രാമുകൾ, വൊക്കേഷണൽ ട്രെയിനിംഗ് സ്കിൽ കോഴ്സുകൾ, മറ്റ് പരിശീലന ജീവനോപാധി പരിപാടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി NIPMR 22.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗിന് പരിപാടിക്കായി 27.5 കോടി രൂപ വകയിരുത്തുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് 4 കോടി രൂപയും ഇക്കോൺസിന് 10 കോടി രൂപയും ഇംഹാൻസിന് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയ പരിചരണ കേന്ദ്രങ്ങൾ നൽകുന്നതിന് സ്വയംപ്രഭാ ഹോമുകൾ നടത്തി വന്നിരുന്നു. മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന പകൽ വീടുകളെ വിനോദം, ആരോഗ്യപരിചരണം, പോഷകാഹാര ലഭ്യത എന്നിവ കൂടി ഉൾപ്പെടുത്തി സ്വയംപ്രഭാ ഹോമുകളായി ഉയർത്തുകയാണ് ചെയ്തത്. ഈ പദ്ധതിക്ക് തുടരുന്നതിനായി 14 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയോമിത്രം മുതിർന്നവർക്കൊരു സാന്ത്വന ഹസ്തം നിലവിൽ 6 കോർപ്പറേഷനും 85 മുനിസിപ്പാലിറ്റിയിലും 4 ബ്ലോക്ക് പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ വാതിൽപ്പടി സേവനം ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളുണ്ട്. ഇത് കൂടുതൽ ശക്തമായിട്ട് സാങ്കേതികവും സാമ്പത്തികമായ ഒരു പാലമായിട്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പദ്ധതിയായിട്ട് ഇത് തുടരും. ഇതിന്റെ പരിചരണത്തിന് 27.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയോജന കമ്മീഷൻ സ്വതന്ത്രവും നിയമപരമായ ഒരു ബോഡിയായി വയോജന കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഇത്തരം ഒരു പ്രത്യേക കമ്മീഷൻ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ അടിസ്ഥാന ചുമതല. കമ്മീഷന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിലേക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർ, വിരമിച്ച ആൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവകാരുണ്യ കൂട്ടായ്മ ഏറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അനുയാത്രയ്ക്ക് ഒരു ടോക്കൺ സഹായമായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായുള്ള മഴവില്ല് പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. ലഹരി ഉപയോഗം എന്ന വിപത്തിനെ നേരിടുന്നതിനായി കേവലം നിയമപാലനത്തിനപ്പുറം വിദ്യാഭ്യാസം, വിമുക്തി, സമഗ്ര പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലഹരി കുറയ്ക്കുന്നതിനുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനപരവും പോഷകാഹാരപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ വികസനത്തിനും ക്ഷേമത്തിനുമായി വിഹിതം വർദ്ധിപ്പിച്ച് 484.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ എല്ലാ അംഗനവാടികളിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മുട്ടയോ പാലോ നൽകുന്ന പദ്ധതി തുടരുന്നതിനായി 80.90 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രസവാനുകൂല്യ നിയമം വെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചുള്ള കൃഷികൾ സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെ സീറോ ടോളറൻസ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പ്രതിബദ്ധത പ്രായോഗികമാക്കുന്നതിനായി സംസ്ഥാനത്ത് നിർഭയ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പരിചരണ കേന്ദ്രങ്ങളുടെയും പിന്തുണാ സേവനങ്ങളുടെയും സമഗ്രമായ വിപുലീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജയിലുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള പുതിയ ജയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി ജയിലുകളുടെ നവീകരണത്തിനും സുരക്ഷിതത്വത്തിനും തടവുകാരുടെ ക്ഷേമത്തിനുള്ള പരിപാടികൾ തുടരും. ജയിലുകളുടെ നവീകരണത്തിന് 47 കോടി രൂപയുടെ വിഹിതം വകയിരുത്തുന്നു. നഗരവികസനം. സർ, അതിവേഗം നഗരവൽക്കൃതമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിൽ താമസിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ സവിശേഷതകൾ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും പൗരകേന്ദ്രീകൃതമായ സമഗ്ര വികസനത്തിന് നാം ഊന്നൽ നൽകുന്നത്. സർ, രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷനെ ഇടത് സർക്കാരാണ് 2023 നിയമിച്ചത്. കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൗരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൗകര്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 74.56 കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള 1094.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.